വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാലിക്കറ്റ് സർവകലാശാല അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം നിർത്തി VC ഉത്തരവിറക്കി. ഭാരതിയാർ സർവകലാശാലയുടെ UGC അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ച് കാലിക്കറ്റ് സർവകലാശാല VC ഉത്തരവിറക്കി. 2015 മുതൽ 2022 വരെയുള്ള വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരമില്ലാത്തതിനാൽ ഭാരതിയാർ സർവകലാശാലയും UGCയും തമ്മിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലെങ്കിലും ഈ കോഴ്സുകൾക്ക് കാലിക്കറ്റ് സർവകലാശാല തുല്യത സർട്ടിഫിക്കറ്റ് നൽകി വന്നിരുന്നു. ഇത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികളിൽ ഒരാൾ ഗവർണർ, വിദ്യാഭ്യാസ മന്ത്രി, സർവകലാശാല VC, രജിസ്ട്രാർ എന്നിവർക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഈ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിയിരുന്നു. ഫെബ്രുവരി 1 VCയുടെ ഉത്തരവിനെ തുടർന്നാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം നിർത്തിവെച്ചത്. മറ്റു സർവകലാശാലകളുടെ UGC അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തുന്ന വിഷയം അക്കാദമിക് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ഫെബ്രുവരി 1 കാലിക്കറ്റ് സർവകലാശാല പ്രസിദ്ധീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന കോഴ്സുകളുടെ പുതിയ പട്ടികയിലും UGC അംഗീകാരമില്ലാത്ത കോഴ്സുകളുണ്ടെന്ന് ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും ആ യൂണിവേഴ്സിറ്റി ഏതാണെന്നും ആ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അംഗീകാരമുണ്ടോ എന്ന് ചെക്കും റീചെക്കും ചെയ്ത ശേഷം മാത്രം നിങ്ങളതിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പഠിച്ചു എന്ന ലേബലിൽ നിങ്ങൾ അറിയപ്പെടാൻ സാധ്യത കൂടുതലാണ്. പല സർവകലാശാലകളിലും ഹയർ സ്റ്റഡീസ് പഠിച്ച് ഇങ്ങനെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടും കാണാറുള്ളത്. ദെൻ ഫർദർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇത് നമുക്കൊരു വിലങ്ങ് തടയാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആലോചിച്ച് മുന്നോട്ട് പോവുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.